അത്തപ്പൂക്കളം ഒരുക്കാൻ മാന്നാറിൽ കുടുംബശ്രീയുടെ വക ബന്ദിപ്പൂക്കൾ. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് സൗഭാഗ്യ കുടുംബശ്രീയുടെ വിനായക ഫ്ലവേഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 17 വനിതകളുടെ ഒരു മാസക്കാലത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് നയനമനോഹരമായ ബന്ദിപ്പൂപ്പാടം ഒരുക്കിയിരിക്കുന്നത്. അത്തപ്പൂക്കളങ്ങൾക്ക് വർണ്ണം ചാർത്താൻ കുടുംബശ്രീ വനിതകളുടെ കഠിനാധ്വാനത്തിൽ ഒരേക്കറിൽ ബന്ദിപ്പൂക്കൾ പൂത്തുലഞ്ഞിരിക്കുകയാണ്. മാന്നാർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് സൗഭാഗ്യ കുടുംബശ്രീയുടെ വിനായക ഫ്ലവേഴ്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ 17ഓളം വനിതകളുടെ ഒരു മാസക്കാലത്തെ കഠിനാധ്വാനത്തിലൂടെയാണ് നയനമനോഹരമായ ബന്ദിപ്പൂപ്പാടം ഒരുങ്ങിയത്. കുട്ടമ്പേരൂർ നാലേക്കാട്ടിൽ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരേക്കറോളം വരുന്ന സ്ഥലത്താണ് ബന്ദി കൃഷി ചെയ്തത്. കോയിക്കൽ മുക്കിന് തെക്ക് കുറ്റിയിൽ ശ്രീ ദുർഗാ ദേവി ക്ഷേത്രത്തിന് സമീപവും നാലേക്കാട്ടിൽ ക്ഷേത്രത്തിന് സമീപവുമായി രണ്ടിടങ്ങളിൽ ഒരു മാസം മുമ്പ് നട്ടുവളർത്തിയ 1000ഓളം ബന്ദി തൈകൾ വിളവെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. 16-ാം വാർഡിലെ സൗഭാഗ്യ കുടുംബശ്രീയിൽ അംഗങ്ങളായ മായ, ശാന്ത, തങ്കമ്മ, രാധാമണി, കെ സുജാത, രമ, ശോഭ, സരസ്വതി, രാജലക്ഷ്മി, വത്സല, റംലത്ത്, അമ്മിണി, രാധാമണി, സി പി ജയശ്രീ, രാജമ്മ, ബിന്ദു, ശ്യാമള എന്നിവരടങ്ങിയ 17-അംഗ സംഘം ഒരു മാസമായി ബന്ദി കൃഷിയുടെ പരിപാലനത്തിലാണ്. എല്ലുപൊടിയും ചാണകവും നടുന്ന വേളയിൽ ഉപയോഗിച്ചത് മാത്രമാണ് വളപ്രയോഗമെന്ന് സംഘത്തിന്റെ മേറ്റായ മായ പറഞ്ഞു. ഒരു കൃഷി ഒരുക്കാൻ ഉള്ള കാരണം ഞങ്ങളുടെ മെമ്പർ തന്നെയാണ്. ഞങ്ങളുടെ മെമ്പർ ഞങ്ങളോട് ഇതുപോലെ ആവശ്യപ്പെട്ടു. നമ്മുടെ 16-ാം വാർഡിൽ ഇങ്ങനൊരു പൂക്കൃഷി ചെയ്യണമെന്ന്. പഞ്ചായത്തിലും പിന്നെ ഞങ്ങൾക്ക് സബ്സിഡി 6400 രൂപ ഉണ്ട്. അത് തന്ന പഞ്ചായത്തിനോട് ഞങ്ങൾ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ തൊഴിലുറപ്പ് ഞങ്ങൾക്ക് ദിവസങ്ങൾ തന്ന് ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ രാധാകൃഷ്ണ സാറിനും ബിജി മേഡത്തിനും തൊഴിലുറപ്പിലെ മറ്റുള്ള സാറുമാർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഒരു ചെടിയിൽ 30 മുതൽ 35 വരെ ബന്ദിപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ചൂടൽ കാരണം വേണ്ടത്ര മെച്ചം ലഭിക്കാത്തതിനാൽ വെയിലും മഴയും നല്ല രീതിയിൽ ലഭിക്കുന്ന വിശാലമായ സ്ഥലം കണ്ടെത്തി വേണ്ട ഒരുക്കങ്ങളോടുകൂടിയാണ് ഇത്തവണ കൃഷി ഇറക്കിയതെന്ന് മാന്നാർ കൃഷി ഓഫീസർ ഹരികുമാർ മാവേലിക്കര പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ 50,000 രൂപ വകയിരുത്തി ഒരേക്കറിന് 6400 രൂപ വീതം സബ്സിഡിയായി നൽകിയാണ് ബന്ദിപ്പൂ കൃഷി വിഭാവനം ചെയ്തതെന്നും ഇത്തവണ 3 വാർഡുകളിൽ നടത്തിയ ബന്ദിപ്പൂ കൃഷി അടുത്ത വർഷം മുഴുവൻ വാർഡുകളിലും വ്യാപിപ്പിക്കുമെന്നും മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി പറഞ്ഞു. ഇവിടെ മാന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ 2023-24 പദ്ധതി പ്രകാരമുള്ള പൂന്തോട്ട കൃഷിക്കായിട്ട് 50,000 രൂപ വകവച്ചിരുന്നു. അതിൽ ഒരേക്കർ കൃഷി ചെയ്യുന്നവർക്ക് 6400 രൂപ സബ്സിഡി ആയിട്ട് നൽകിക്കൊണ്ടാണ് ഈ പൂക്കൃഷി നമ്മൾ പദ്ധതി വെച്ചിട്ടുള്ളത്. ഇതിൽ നമ്മുടെ 16-ാം വാർഡിലെ സഹോദരിമാർ ഈ പൂക്കൃഷിയെ വളരെ നല്ല രീതിയിൽ വരവേറ്റുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ വലിയൊരു പൂന്തോട്ടം നമ്മുടെ മുന്നിൽ നിർമ്മിച്ചിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്, ഒത്തിരി അഭിമാനമുണ്ട്. ഈ സഹോദരിമാരോട് എല്ലാവരോടും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. ഈ അടുത്ത വർഷങ്ങൾ ഇതിൽ കൂടുതൽ ഏരിയയിൽ ഇപ്പം ഇവർ തന്നെ മറ്റൊരു പ്ലോട്ടിലും മഞ്ഞ ബന്ദി കൂടുതലായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 കൃഷിയും അടുത്ത വർഷം ആകുമ്പോഴേക്കും നല്ല കൂടുതൽ ഏരിയ എടുത്തുകൊണ്ട് വലിയൊരു പദ്ധതിയാക്കി മാറ്റണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിപണിയിൽ 300 രൂപയിലധികം വില ലഭിക്കുമെന്നും അത്തപ്പൂക്കളം ഒരുക്കുന്നതിനായി ഈ ബന്ദിപ്പൂക്കൾ വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണെന്നും വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷനുമായ VR ശിവപ്രസാദ് അറിയിച്ചു. മാന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ 16-ാം വാർഡിലെ മെമ്പർ എന്ന രീതിയിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിലും ഇങ്ങനെ ഒരു ആവശ്യം നമ്മുടെ തൊഴിലുറപ്പ് സഹോദരിമാരോട് പറഞ്ഞപ്പോൾ തന്നെ ഈ ദൗത്യം അവർ ഏറ്റെടുക്കുകയും ഒരേക്കർ ഭൂമിയിൽ ഇവിടെയും 35 സെൻറ്റിൽ മറ്റൊരു പ്ലോട്ടിലും നമ്മുടെ നാലേക്കാട് ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭൂമിയാണിത്. 160-ാം നമ്പർ അംഗനവാടിയുടെ പരിസരത്താണ് നമ്മൾ ഈ കൃഷി ചെയ്തിരിക്കുന്നത്. നമ്മുടെ സഹോദരിമാർ വളരെ ബുദ്ധിമുട്ട് സഹിച്ച് ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനൊരു പൂന്തോട്ടം നിർമ്മിക്കുകയും ഓണത്തിന് വിഷമില്ലാത്ത പൂക്കൾ നമ്മുടെ നാടിന് നൽകാൻ അത്തപ്പൂക്കളെ ഇടുന്നതിനും മറ്റും ഇടുവാൻ വേണ്ടി അവർ പ്രയത്നിച്ചതിൻ്റെ ഫലം വളരെയധികം ഭംഗിയായിട്ടുണ്ട്. CDNet ന്യൂസ് മാന്നാർ.